ഇപ്പം ഹമാസ് ഇപ്പം ഈ ഈജിപ്റ്റ് ഉച്ചകോടി കഴിഞ്ഞ് ഇത്രയും ദിവസമായി. എന്താണ് ഹമാസ് നേടിയത്? എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത്? ഹമാസ് ഒന്നും നേടിയില്ല. സത്യത്തിൽ അവർ കംപ്ലീറ്റ് ഫെയിൽഡായി. ഹമാസ് നേടിക്കൊടുത്ത് കുറെ ജനങ്ങളെ കൊന്നു. ഏകദേശം പറയുന്നത് 15,000 പേരുടെ ഡെഡ് ബോഡികൾ അവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. പട്ടികളൊക്കെയാണ്, നായ്ക്കളൊക്കെ വന്ന് തിന്നുവാന്നാണ് പറയുന്നത്. കാരണം അതിന് ആഹാരമില്ല. ഇപ്പം എന്താണ് നേടിയത്? അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ തീരുമാനമുണ്ട്. അവിടുത്തെ ജൂയിഷ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഹമാസ് ചോദിച്ചില്ല, ഇസ്രായേലിൻ്റെ തടവിൽ കഴിയുന്ന 3800 പാലസ്റ്റീൻകാർ ഇൻജുവേർഡ് ആയിട്ടുള്ളവർ, അസുഖമായിട്ടുള്ളവരെ അങ്ങ് കൊടുത്തു വിടും, ഇവരെയും കൂടെ വെച്ചോളാൻ പറഞ്ഞു. അതെ, സത്യമാണത്. ബേസിക്കലി അൾട്ടിമേറ്റായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ വാറിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും വാറിനെ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ ഒട്ടും അംഗീകരിക്കും. കാരണം സമാധാനമാണ് വേണ്ടത്. വാറെന്ന് പറയുന്ന വാറാണ്. അതെ, അത് വെറുതെ ആൾക്കാർക്ക് ഇരുന്ന് പറയാവുന്നതല്ല. വാറാണ്. അതിന് മുഖവും കണ്ണും ഒന്നുമില്ല. അവരെ ഇഷ്ടമുള്ളടുത്ത് ബോംബേശും. അപ്പം ഉണ്ടായത് എന്തുവാ? ഗാസയുടെ 53% ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിൽ.